അതിനുശേഷം 700 രൂപ കൂട്ടണോ കൂട്ടണ്ടേ എന്നുള്ളത് നമ്മളുടെ പൗരപ്രമുഖന്മാരുടെ പ്രാതൽ സദസ്സുകൾക്ക് ശേഷം ഞങ്ങൾ വന്ന് തീരുമാനിക്കാമെന്ന്. സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. വളരെ രസകരമായ വിഷയമെന്ന് മാഷ് പറഞ്ഞെങ്കിലും വളരെ ദുഃഖകരമായ ഒരു വിഷയമാണ്. രാഷ്ട്രീയം ചോർന്നുപോയ ഒരു ഇടതുപക്ഷം അത് വിശ്വാസവഞ്ചനയുടെ, രാഷ്ട്രീയ വഞ്ചനയുടെ, കോർപ്പറേറ്റുകളുടെയും സ്വകാര്യ മൂലധനത്തിൻ്റെയും ദല്ലാളുമാരായി അധപ്പതിച്ചതിൻ്റെ ബാക്കി പത്രമാണ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടക്കൽ. ഈ സമരമുഖത്ത് ഇത്രയധികം സ്ത്രീകൾ ഞങ്ങൾക്ക് ജീവിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം 700 രൂപയെങ്കിലും വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയ കുത്തിത്തിരിപ്പാണ് എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരിൻ്റെയും സംഘടനയുടെയും രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് ദുഃഖകരമായൊരവസ്ഥയാണ്. പക്ഷേ ചർച്ച ചെയ്യാതെ വയ്യ. ഓരോ കാലവും ആ കാലത്തിന്റെ മുന്നിൽ അർപ്പിക്കുന്ന രാഷ്ട്രീയമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് അതിനെ മുഖത്ത് നോക്കി ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ആ കാലത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ചുമതലയാണ്. ആ ചുമതലയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കേരളീയ സമൂഹം അത് മുഴുവനായി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ദുഃഖകരമായ വസ്തുത അതില്ല എന്നാണ്. കേരളീയ സമൂഹത്തിന്റെ ഒട്ടകപ്പക്ഷിയെ പോലെ തലപൂത്തിയിരിക്കുന്ന കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ ഇതാ ഞങ്ങൾ ആ ചുമതല ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് അവർ ന്യൂനപക്ഷം എന്ന് വിളിക്കുന്ന ഒരു പറ്റം സ്ത്രീകൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ, രാജീവ് മാഷ് പറഞ്ഞ പോലെ, കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് വിജയിക്കുന്നവരുടെ മാത്രമുള്ള ഒരു പരിപാടിയല്ല. യഥാർത്ഥത്തിൽ ജനസഭ സെക്രട്ടേറിയറ്റിന്റെ, നിയമസഭയുടെ പുറത്തുകൂടേണ്ടി വരുന്നത് അവിടെ ഇരിക്കുന്നവർ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരല്ലാതായി മാറുമ്പോഴാണ് നമുക്ക് സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് ജനസഭ കൂടുകയും അകത്ത് പൗരപ്രമുഖന്മാരുടെ അശ്ലീല സഭകൾ കൂടുകയും ചെയ്യുന്നത്. ജനങ്ങളല്ല, പൗരപ്രമുഖന്മാർക്കൊപ്പം മത്താഴവും പ്രാതലും കഴിക്കുന്ന നേതാക്കന്മാരും ഭരണാധികാരികളും ഉള്ളപ്പോൾ ജനങ്ങൾക്ക് തെരുവിലിറങ്ങുകയും സഭ കൂടുകയും അവരെ തടയുകയും ചെയ്യേണ്ട ഒരു കാലം എത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഈ സമരം സൂചിപ്പിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് ഇവിടെ പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക, അതിലെ 123 പുറത്തിൽ തൊഴിൽ നയം എന്ന് പറയുന്നിടത്ത് 890 പോയിന്റൊക്കെ ആയിട്ട് പറയുന്ന രണ്ട് പാരഗ്രാഫുകളാണ്. ഒന്ന്, മിനിമം കൂലി ഉറപ്പുവരുത്തും. അതിന്റെ തൊട്ടപ്പുറത്ത് അതാണ് അവരുടെ മാധ്യമ ദല്ലാളുമാരൊക്കെ ഇവിടെ പറയുന്നത്. അതിനുശേഷം ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഭാഷാ വിശാരദന്മാർ ഇവിടെ മലയാള ഭാഷമാർ കൂടുതലായതുകൊണ്ട് വ്യാകരണത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ അവർ പറയുന്നത് അതിനുശേഷം ഒരു പൂർണ്ണ വിരാമമുണ്ട് എന്നാണ്. എന്തിനാണ് പൂർണ്ണ വിരാമം? രാഷ്ട്രീയത്തിന് പൂർണ്ണ വിരാമമുണ്ട്. ജനങ്ങളുടെ രാഷ്ട്രീയത്തിന്, ജനങ്ങൾക്ക് നൽകേണ്ട മിനിമം കൂലിക്ക്, ജനങ്ങളുടെ അവകാശങ്ങൾക്ക് പൂർണ്ണ വിരാമം കിട്ടുന്ന ഒരു രാഷ്ട്രീയ വഞ്ചനയുടെ പൂർണ്ണ വിരാമം മാത്രമാണ് പറയുന്നത്. അവർ പറയുന്നത് അതിനുശേഷം ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അതിനുശേഷമാണ് അംഗനവാടി ജീവനക്കാർ, ആശാവർക്കർമാർ തുടങ്ങിയ സ്കീം വർക്കർമാരുടെ ഓണറേറിയം കാലോചിതമായി വർദ്ധിപ്പിക്കുന്നു പറയുന്നത്. എന്താ കാലോചിതമായി വർദ്ധിപ്പിക്കുന്നത്? 700 രൂപ എന്ന് പറയുന്ന മിനിമം കൂലിയുടെ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും നിൽക്കുകയും അതിനപ്പുറത്തേക്കുള്ള കാലോചിതമായ വർധനവിനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മിനിമം കൂലി എന്ന് വിളിക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് നിങ്ങൾ തൊഴിലാളികളല്ല എന്നുള്ളതാണ്. തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അധികാരത്തിലെത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തൊഴിലെടുക്കുന്ന മനുഷ്യരോട് പറയുന്നത് നിങ്ങൾ കേന്ദ്രത്തിലെ ഫാഷിസ്റ്റ് ഗവൺമെന്റിനോട് ഏറ്റുമുട്ടി വിജയശ്രീലകളായി തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ പട്ടും വളയും തന്നെ നിങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കാം. അതിനുശേഷം 700 രൂപ കൂട്ടണോ കൂട്ടണ്ടേ എന്നുള്ളത് നമ്മളുടെ പൗരപ്രമുഖന്മാരുടെ പ്രാതൽ സദസ്സുകൾക്ക് ശേഷം ഞങ്ങൾ വന്ന് തീരുമാനിക്കാമെന്ന്. സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. നിങ്ങൾ ഇത് കേരളമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിനെ കേരളമാക്കിയത് എങ്ങനെയാ? നിങ്ങൾ മാത്രമല്ലല്ലോ, നമ്മളല്ലേ ഇതിനെ കേരളമാക്കിയത്. ഒരു സംഘടനയല്ല ഇതിനെ കേരളമാക്കുന്നത്. കേരളത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി തമ്പ്രാനെന്ന് വിളിക്കൂല, പാളയക്കഞ്ഞി കുടിക്കൂല എന്ന് പറഞ്ഞ് സമരം ചെയ്ത 10,000-കണക്കിന് മനുഷ്യർ ഈ കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ, നവോത്ഥാന പോരാട്ടങ്ങളുടെ കാലങ്ങളിലെല്ലാം അടിമകളെ പോലെ, നിഴലുകളെ പോലെ കേരളത്തിന്റെ പാടവരമ്പുകളിൽ നിന്നും ചുവന്ന കൊടിയുമായി ഞങ്ങൾ ഇനി അടിമകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച മനുഷ്യർ ഇതുകൊണ്ട് മുതുകു വളഞ്ഞപ്പോഴും ഈ രാഷ്ട്രീയത്തിന്റെ മുദ്രാവാക്യം ഉപേക്ഷിക്കാത്ത മനുഷ്യർ ഉണ്ടാക്കിയ കേരളമാണ്. നിങ്ങൾ അവിടെ നിന്ന് നടന്ന് വിഴിഞ്ഞത്ത് അദാനിയുടെ ബലൂൺ പറത്താൻ പോയിരിക്കാം. അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിൽ ഒരു വാക്ക് പറയുകയും തിരിച്ചിവിടെ അദാനിയുടെ ബലൂൺ പറത്തി അയാളുടെ വികസന സങ്കല്പങ്ങളാണ് കേരളത്തിന്റെ വികസനത്തിന്റെ ഭാവി എന്ന് പറയുകയും ചെയ്യുന്ന ദല്ലാളുമാരായി നിങ്ങൾ മാറിയിരിക്കാം. പക്ഷെ ആ പാടവരമ്പുകളിൽ നിന്ന് കേരളം നടന്നു തീർത്ത നവോത്ഥാനത്തിന്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും വഴികളുടെ ബാക്കിയാണ് ഈ സെക്രട്ടേറിയറ്റ് നടയിലിരിക്കുന്ന ഈ സ്ത്രീകളുടെ സമരം.
എന്ന് പറയുന്നത്. 700 രൂപ എന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രിയൊക്കെ പറയുന്നത്, ആരോഗ്യമന്ത്രിയിലേക്ക് ഞാൻ കടക്കുന്നില്ല, ആരോഗ്യമന്ത്രിയൊക്കെ പറയുന്നത് 13,000 ചില്ലാനം രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. 13,000 ചില്ലാനം രൂപ എന്ന് പറയുന്നത് കേരളത്തിൽ എന്താ? നിങ്ങൾ ഈ ആരോഗ്യ മേഖലയിൽ തൊഴിലെടുക്കുന്നവരാ, നിങ്ങൾ ഇതിലത്തെ വിദഗ്ധരാണ്, എക്സ്പെർട്സ് ആണ് ഇവിടെ ഇരിക്കുന്ന പലരും.